നാം അനുഭവിക്കാത്ത ജീവിതം നമുക്ക് വെറും കെട്ടുകഥകളായിരിക്കും. സോ ഗൈസ്, ആടുജീവിതം എന്ന സിനിമ കണ്ടിട്ട് എനിക്ക് അതിലൂടെ മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കാനായിട്ട് പോകുന്നത്. റിയൽ ലൈഫിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്തിയിട്ടാണ് നോവൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ നോവലിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ മാറ്റിയിട്ടാണ് ഈ ഒരു സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ ദൈവം എന്നൊരു കാര്യത്തെ പല രീതിയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ സിനിമയിലേക്ക് വരുന്ന സമയത്താണ് ഈ ദൈവം എന്നൊരു കാര്യത്തെ കുറച്ചുകൂടി എടുത്തു കാണിക്കുന്നത്. അതിലെടുത്ത് തന്നെ പറയാനായിട്ടുള്ളത് ഇബ്രാഹിം ഖാദിരി എന്ന ഒരു കഥാപാത്രത്തെയാണ്. നജീബ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു ദൈവ പുരുഷനെ പോലെ അല്ലെങ്കിൽ ദൈവത്തെ പോലെയാണ് തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എവിടുന്ന് വന്നിട്ട് തന്നെ നാട് കടത്താൻ സഹായിക്കുകയും പിന്നീട് അദ്ദേഹം അപ്രത്യക്ഷമായി പോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു കാര്യം സിനിമയിൽ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടി വ്യക്തത വരുത്തുന്ന രീതിയിലാണ് സംവിധായകൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇബ്രാഹിം ഖാദിരിയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് സൂര്യൻ ഉദിച്ചു വരുന്നതായിട്ടും അദ്ദേഹത്തിന്റെ തലയുടെ പുറകിലായിട്ട് വന്ന് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. സോ നമുക്ക് ദൈവങ്ങളുടെയൊക്കെ പല ചിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ കാണാം, തലയുടെ പുറകിലായിട്ട് വലിയ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന രീതിയിലാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടായിരിക്കുന്നത്. സോ അതുപോലെ തന്നെയാണ് ഇവിടെ ഇബ്രാഹിം ഖാദിരി കാണിച്ചിരിക്കുന്നത്. സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് തന്റെ തലയുടെ പിറകിലായിട്ട് വന്നിരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കൂടാതെ ഹക്കീം പറയുന്നുണ്ട്, അള്ളാഹു മൂസാ നബിയെ അയച്ചതിന്റെ കൂട്ടാണ് ഇബ്രാഹിം ഖാദിനെ നമ്മുടെ അടുത്തേക്ക് അയച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പണ്ട് ക്രൂരന്മാരായിട്ടുള്ള ഫറോവന്മാരുടെ അടിമകളെ അവരിൽ നിന്ന് രക്ഷിച്ച് കടൽ കടന്ന് കൊണ്ടുപോകാൻ സഹായിച്ചത് മൂസാ നബി ആയിരുന്നു. ആ ഒരു രീതിയിലാണ് ഇവിടെ ഇബ്രാഹിം ഖാദിരി ഈ രണ്ടുപേരെയും മരുഭൂമി കടക്കാൻ സഹായിക്കുന്നത്. മൂസാ നബിയുടെ കഥയിൽ വെള്ളമായിരുന്നെങ്കിൽ ഇവിടെ അത് മരുഭൂമിയാണെന്നേ ഉള്ളൂ. അങ്ങനെ ഇബ്രാഹിം ഖാദിരി ഒരു ദൈവത്തിന്റെ രീതിയിൽ കാണിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഹക്കീം എന്ന കഥാപാത്രവും നജീബിന്റെ മുമ്പിൽ എത്തുന്നത് ദൈവത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അതായത് ഹക്കീമിന്റെ രണ്ടാമത് കാണിക്കുന്ന ഷോട്ടില് മഴ പെയ്യുന്നോണ്ട് തന്നെ കാർമേഘങ്ങൾ വന്ന് മൂടുന്നതായിട്ടും ആ കാർമേഘങ്ങൾ മാറി വെളിച്ചം വീശുമ്പോൾ ആ ഒരു വെളിച്ചത്തിന്റെ അടിയിൽ വന്ന് ഹക്കീമ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കൂടാതെ മരുഭൂമിയിലെ ആ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് കഴിയുമ്പോഴാണ് ആദ്യമായിട്ടാണ് അവിടെ മഴയും ആലിപ്പഴങ്ങളും വീഴുന്നതും അതിനുശേഷം പെട്ടെന്ന് തന്നെ ഹക്കീം അവിടെ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. സിനിമയുടെ ഒടുക്കത്തിൽ തന്നെ മണൽക്കാറ്റ് വരുന്നതായിട്ടും അവിടെ കുറെ ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നതും കാണിക്കുന്നുണ്ട്. എന്നാൽ ആ മണൽക്കാറ്റ് വരുന്ന സമയത്ത് ഒട്ടകങ്ങൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ ആദ്യം 5 ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നതായിട്ടും പിന്നീട് വരുന്ന ഷോട്ടില് അത് 4 ആയിട്ടും പിന്നീട് അവസാനം 2 ഒട്ടകങ്ങൾ മാത്രമായിട്ട് ഓടി രക്ഷപ്പെടുന്നതായിട്ടാണ് കാണിച്ചിരുന്നത്. സോ ബാക്കിയുള്ള ഒട്ടകങ്ങളെല്ലാം തന്നെ ആ ഒരു മണൽക്കാറ്റിൽ പെട്ടിട്ട് മാഞ്ഞു പോകുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ തീമി പറയുന്ന പോലെ തന്നെ ഇതിൽ 3 പേര് രക്ഷപ്പെടാനായിട്ട് നോക്കുന്നു. ഒരാൾ ഇടയ്ക്ക് വെച്ച് മരണപ്പെട്ടു പോകുന്നു, മറ്റൊരാളെ ആണെങ്കിൽ ഇടയ്ക്ക് വെച്ച് കാണാതാകുന്നു, അവസാനം ഒരാൾ മാത്രം സുരക്ഷിതമായിട്ട് രക്ഷപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഇതിലൂടെ സംവിധായകൻ കാണിച്ചിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് തന്റെ കഷ്ടപ്പാട് കാരണം നാട് കടന്ന് മരുഭൂമിയിലേക്ക് പോയി കഷ്ടപ്പെടുന്ന ആ മലയാളികളും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരും ഒക്കെ ഈ പറഞ്ഞതിന്റെ തൊട്ട് മണൽക്കാറ്റിൽപ്പെട്ടും അവിടുത്തെ ദുരന്തങ്ങൾ കാരണം അവിടെ മരണപ്പെട്ടു പോയി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ കാണിച്ചു തരുന്നത്. അവരും ഇതുപോലെ രക്ഷപ്പെടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാവാം. ആ ഒരു രീതിയിലായിരിക്കണം ഈ സിനിമയുടെ ആദ്യത്തെ ഷോട്ട് കാണിച്ച പോലെ തന്നെ 5 ഒട്ടകങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നത്. നജീബ് ഇവിടെ നിന്ന് അവിടേക്ക് എത്തുന്നത് 1991 എന്തോ ആണ്. നജീബ് പറയുന്നുണ്ട് ഏകദേശം 3 വർഷത്തോളം അവിടെ കഴിഞ്ഞുവെന്ന്. സോ ഈ ഒരു കാര്യം കൂടുതൽ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു വരുന്ന നജീബിന്റെ മുടി വെട്ടുന്ന സമയത്ത് ആ മുടി വെട്ടിയിടുന്ന സമയത്ത് അവിടെ ഒരു പത്രത്തില് 1994 കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നജീബിന്റെ ഹക്കീമിന്റെ രൂപത്തിൽ കാലപ്പഴക്കം കാരണം മാറ്റങ്ങൾ വന്നിരിക്കുന്നതായിട്ട് കാണാം. അതായത് എയർപോർട്ടിൽ വെച്ചുള്ള സീനില് ഹക്കീമിനെ കാണിക്കുന്ന സമയത്ത് ഹക്കീം അവിടെ 2 ഷൂസ് ധരിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതേ ഷൂസ് തന്നെയാണ് ഹക്കീം വർഷങ്ങൾക്ക് ഇപ്പുറം ഇട്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. എന്നാൽ കാലപ്പഴക്കം കാരണം ആ ഷൂസിന് ഒരുപാട് കേടുപാടുകൾ വന്നിട്ടുള്ളതായിട്ടും കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ തുടക്കത്തിൽ എയർപോർട്ടിൽ വെച്ചിട്ട് നജീബ് ആണെങ്കിൽ കഫീലിനെ കാണുന്ന സമയത്ത് ഹക്കീം നജീബിനോട് പറയുന്നുണ്ട്, ഇക്ക പറഞ്ഞിട്ടില്ലായിരുന്നോ ഈ അറബികൾക്കെല്ലാം തന്നെ അത്തറിന്റെ മണമാണെന്നുള്ള കാര്യം. അപ്പോൾ നജീബ് പറയുന്നുണ്ട് നല്ല അറബികൾക്കെല്ലാം അത്തറിന്റെ മണമായിരിക്കുമെന്നും ഇത് ഏതോ കാട്ടറബിയാണെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ സിനിമയുടെ അവസാനം ആ നല്ല അറബി നജീബിനെ കാറിലേക്ക് കയറ്റാൻ പോകുന്ന സമയത്ത് നജീബ് ആണെങ്കിൽ അതും കാട്ടറബി ആണെന്നുള്ള രീതിയിൽ പേടിക്കുന്നതായിട്ടും എന്നാൽ വണ്ടിയുടെ അകത്ത് കയറി കഴിഞ്ഞിട്ട് നജീബ് ഒന്ന് മണക്കുന്നതായിട്ടും പിന്നീട് സന്തോഷിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. സോ നജീബ് ആ ഒരു മണത്തിലൂടെ അയാൾക്ക് അത്തറിന്റെ മണമാണെന്നും അയാൾ ഒരു നല്ല അറബിയാണെന്നും തിരിച്ചറിയുന്നുണ്ട്. സോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സിനിമ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.